നീ എന്തോടെ പറയുന്നേ? ഞാനിങ്ങനെ ഇറങ്ങി വന്നു, അത്ര തന്നെ. എനിക്കിനി വീട്ടിൽ പിടിച്ചേക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങി വന്നു. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ജോലി കിട്ടിക്കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ആലോചിക്കുന്നു. പിന്നെ എന്തിനാ നീ ഇപ്പൊ ഇറങ്ങി വന്നേ? എനിക്ക് അതുവരെ പിടിച്ചേക്കാൻ പറ്റത്തില്ലെന്ന്. നിങ്ങൾക്ക് എന്റെ സാഹചര്യം മനസ്സിലാവാനിട്ടാ. നിന്റെ എന്ത് സാഹചര്യം? എന്റെ ഉണ്ണിയേട്ടാ, എനിക്ക് വീട്ടിൽ കല്യാണാലോചന വരുന്നുണ്ടെന്ന്. ഒരുപാട് വന്നു. ഇപ്പോ കല്യാണാലോചന വരുന്നുണ്ടെങ്കിൽ നിനക്ക് നോ പറഞ്ഞങ്ങ് വിട്ടാ പോരായോ? അയ്യോ, അത് പറ്റത്തില്ല. നിങ്ങളെ പോലെ അലന്നവരല്ല, നല്ല ചിമിട്ട് പിള്ളേരാ വരുന്നത്. എനിക്ക് അവരെല്ലാം അങ്ങ് ഇഷ്ടപ്പെടുവാ. അതാ എന്റെ സാഹചര്യം. ഇന്നലെ ഒരുത്തൻ കാനഡയിൽ നിന്ന് വന്നു. അയ്യോ, എന്തൊരു രസമാ കാണാന്. ചെറുക്കന് നല്ല ശമ്പളവും. എനിക്ക് ഇഷ്ടപ്പെടും. എന്റെ കൺട്രോള് പോകും ഉണ്ണിയേട്ടാ. നിങ്ങൾക്ക് തന്ന ഒരൊറ്റ വാക്കിന്റെ പുറത്ത് ഞാൻ ഇറങ്ങി വന്നത്. ഒന്നാമതേ എനിക്ക് നല്ല താല്പര്യം അവരെല്ലാരെയും അങ്ങ് കെട്ടാൻ വേണ്ടിട്ട്. അപ്പൊ വീട്ടുകാരോട് നിർബന്ധിച്ച് ചിലപ്പോ ഞാനങ്ങ് വഴങ്ങിപ്പോവും ഉണ്ണിയേട്ടാ. അതുകൊണ്ട് എന്നെ വേഗം വന്ന് കൊണ്ടുപോകും. ഞാൻ വീട്ടിൽ നിന്ന് ചാടി. നീ എന്തൊക്കെയാണ് പറയുന്നേ? എടി, അതൊക്കെ ഭയങ്കര പ്രശ്നമാവുന്നു. അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേ വേണ്ട. നിങ്ങളെ എന്റെ വീട്ടുകാർക്ക് അറിയത്ത് പോലും ഇല്ല. നിങ്ങളുടെ പേര് പോലും അറിയത്തില്ല. നിങ്ങൾ എന്നുള്ള വ്യക്തി ഭൂമിയിലേ ഇല്ല. എടി, പോലീസ് ഫോൺ ട്രേസ് ചെയ്ത് വരുമെന്ന്. അതും നിങ്ങൾ പേടിക്കണ്ട. ഞാൻ ബസ് വരുമ്പോൾ ഒരു ചേട്ടനെ പരിചയപ്പെട്ടു. ആ ചേട്ടന്റെ ഫോണിൽ നിന്ന് ഞാനിപ്പോ വിളിക്കുന്നത്. എന്റെ ഫോൺ ആ ചേട്ടനെ കൊടുത്തുവിട്ടു. ആ ചേട്ടൻ ഇപ്പൊ തമിഴ്നാട്ടിൽ അങ്ങോട്ട് പോയി കാണും. നിങ്ങൾ താമസിക്കുന്ന വീടില്ലേ, അതിന്റെ തൊട്ട് ഫ്രണ്ടിലത്തെ മതിലിന്റെ അവിടെ ചാരി നിൽക്കൊണ്ട് ഞാൻ. വേഗം വാ. നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഞാൻ നിന്നെ വിളിക്കാം. വേഗം വാ.